നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 2025 കേന്ദ്ര ബജറ്റ് മധ്യവർഗത്തിന് ആശ്വാസം. ആദായ നികുതിയിൽ വമ്പൻ ഇളവ് പ്രഖ്യാപിച്ച നിർമ്മല സീതാരാമൻ. ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകം ജോൾസിനെ വീണ്ടും ചോദ്യം ചെയ്ത പോലീസ്. കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ചുമത്തി അമേരിക്ക. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ന്യായമായ പരിഗണന കിട്ടിയില്ലെന്ന് KN ബാലഗോപാൽ. വാഷിംഗ്ടൺ വിമാനാപകടം അസ്വാഭാവികത ശരിവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാർത്തകൾ വിശദമായി. മൂന്നാം മോദി സർക്കാരിന്റെ 2ാം ബജറ്റിൽ മധ്യവർഗത്തിന് ആശ്വാസം. ആദായ നികുതിയിൽ വൻ ഇളവ്. നികുതിയും സാമ്പത്തിക മേഖലയും ഉൾപ്പെടെ 6 മേഖലകളിൽ വലിയ പരിഷ്കാരങ്ങൾക്കാണ് ബജറ്റിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ഭരണപരിഷ്കാരങ്ങളും ലോകശ്രദ്ധ ആകർഷിച്ചെന്ന് ബജറ്റ് അവതരിപ്പിക്കവേ നിർമ്മല സീതാരാമൻ പറഞ്ഞു. മധ്യവർഗത്തെ സന്തോഷിപ്പിക്കുന്ന നിരവധി പ്രഖ്യാപനങ്ങളാണ് നികുതിയുമായി ബന്ധപ്പെട്ട് ബജറ്റിലുള്ളത്. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് സമ്പൂർണ്ണ നിരാശ പകരുന്നതാണ് ബജറ്റ്. കേരളം ആവശ്യപ്പെട്ട പ്രധാന കാര്യങ്ങളൊന്നും ബജറ്റിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല. മൊബൈൽ ഫോണിനും ജീവൻ രക്ഷാ ഔഷധങ്ങൾക്കും വില കുറയുമെന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് സന്തോഷകരമാണ്. 36 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. ക്യാൻസർ രോഗികൾക്ക് ഉൾപ്പെടെ 7ഓളം ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറയും. ഇലക്ട്രിക് വാഹനങ്ങളുടെ വിലയിലും കുറവ് വരും. AI പഠനത്തിന് 3 സെന്റർ ഓഫ് എക്സലൻസ് 500 കോടിയും അനുവദിച്ചിട്ടുണ്ട്. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ഇനി ആദായ നികുതി അടയ്ക്കേണ്ടെന്നതാണ് ഏറ്റവും ജനപ്രിയമായ പ്രഖ്യാപനം. പുതിയ നികുതി ഘടനയും ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. TDS-ഉം RCS-ഉം ഫയൽ ചെയ്യാനുള്ള കാലാവധി 4 വർഷമായി ഉയർത്തിയിട്ടുണ്ട്. TDS-ഉം RCS-ഉം ഫയൽ ചെയ്യാതിരിക്കുന്നത് ഇനി മുതൽ ക്രിമിനൽ കുറ്റമായി കണക്കാക്കില്ലെന്നും ബഡ്ജറ്റ് പ്രസംഗത്തിൽ ധനകാര്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തേക്ക് പലിശരഹിത വായ്പ നൽകുമെന്നും ബജറ്റ് പ്രഖ്യാപനത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി വ്യക്തമാക്കി. ഇതിനായി 1.5 ലക്ഷം കോടി വകയിരുത്തുമെന്നും പ്രഖ്യാപനമുണ്ട്. ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപം 100%ആക്കിയിട്ടുണ്ട്. ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപം 75%-ൽ നിന്നുമാണ് 100%ആക്കി ഉയർത്തിയത്. കാർഷിക മേഖലയ്ക്ക് ഉണർവേകാനായി പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന എന്ന പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ദീർഘകാല ഹ്രസ്വകാല വായ്പാ ലഭ്യതയെ സഹായിക്കുന്നതിനുമായി 100 ജില്ലകളെ ഉൾക്കൊള്ളുന്ന പദ്ധതിയാണ് ആരംഭിക്കുക. 1.7 കോടി കർഷകർക്ക് ഇത് ഗുണം ചെയ്യുമെന്നും മന്ത്രി ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ധാന്യവിളകളുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി 6 വർഷത്തെ മിഷനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുവര, ഉറാദ്, മസൂർ എന്നീ ധാന്യങ്ങൾക്കായി പ്രത്യേക പദ്ധതി കൊണ്ടുവരുന്നതിനൊപ്പം കർഷകരിൽ നിന്ന് ധാന്യം ശേഖരിക്കുകയും വിപണനം ഉറപ്പാക്കുകയും ചെയ്യുമെന്നും പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പ് മുൻനിർത്തി ബീഹാറിനെ വാരിക്കോരി സഹായം പ്രഖ്യാപിച്ചിരിക്കുന്ന ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും തടഞ്ഞുവെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. പുതിയ ഗ്രീൻഫീൽഡ് എയർപോർട്ട്, കർഷകർക്ക് മഖാന ബോർഡ്, നാഷണൽ ഫുഡ് ടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം ബീഹാറിനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ബീഹാറിനായി വമ്പൻ പദ്ധതികളാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ജോൾസ്യൻ ദേവിദാസിനെ വീണ്ടും ചോദ്യം ചെയ്ത പോലീസ്. പ്രതിയായ അമ്മാവൻ ഹരികുമാറിന് കുഞ്ഞിന്റെ അമ്മയോടുള്ള വ്യക്തിവിരോധത്തിനപ്പുറത്ത് കാരണങ്ങൾ ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി മാനസിക വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനാണ് നീക്കം. തന്റെ താൽപര്യത്തിനെ വഴങ്ങാത്തതിനാൽ സഹോദരി ശ്രീധുവിനോടുള്ള വിരോധമാണ് കുഞ്ഞിന്റെ കൊലയ്ക്ക് കാരണമെന്നാണ് ഹരികുമാറിന്റെ മൊഴി. കുഞ്ഞിനെ ശ്രദ്ധ കൊടുത്തു തുടങ്ങിയതോടെ ശ്രീധുവിനെ തന്നോടുള്ള സ്നേഹം കുറഞ്ഞുവെന്ന് പ്രതിക്ക് തോന്നിയെന്നും കുഞ്ഞിന്റെ കരച്ചിൽ പ്രതിക്ക് അരോചകമായി മാറിയെന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പരസ്ത്രീ ബന്ധം സഹോദരി വിലക്കിയതും വിരോധത്തിന് കാരണമായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ ഇതിനപ്പുറത്തെ സാധ്യതകൾ കൂടി പരിശോധിക്കുന്നുണ്ട് പോലീസ്. സാമ്പത്തിക ഇടപാടുകൾ, അന്ധവിശ്വാസം എന്നിവയും അന്വേഷിക്കുന്നു. ശ്രീധുവിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ഒരുപാട് ദുരൂഹതയുണ്ട്. വീട് വാങ്ങിത്തരാനായി ജോത്സ്യൻ ദേവിദാസിന് 35 ലക്ഷം രൂപ നൽകിയെന്ന് ഇന്നലത്തെ ചോദ്യം ചെയ്യലിലും ശ്രീധു ആവർത്തിച്ചു. ഇന്നലെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ച ജോത്സ്യൻ ദേവിദാസിനെ ഇന്നും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. പണം വാങ്ങിയിട്ടില്ലെന്ന് ആവർത്തിക്കുന്ന ദേവിദാസൻ ശ്രീധുവിനെ കുറ്റപ്പെടുത്തുന്നു. റിമാൻഡിൽ കഴിയുന്ന പ്രതി ഹരികുമാറിനെ പോലീസ് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. ഇതിനായി തിങ്കളാഴ്ച അപേക്ഷ സമർപ്പിക്കും. മാനസികാരോഗ്യ വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ഇയാളെ ചോദ്യം ചെയ്യാനാണ് നീക്കം.
ബാലരാമപുരം സ്വദേശികളായ ശ്രീധുവിന്റെയും ശ്രീജിത്തിന്റെയും 2 വയസ്സുകാരിയായ മകൾ ദേവേന്ദുവാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. വ്യാഴാഴ്ച പുലർച്ചെ കുഞ്ഞിനെ കാണാനില്ലെന്ന് പരാതി ഉയർന്നിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രാവിലെ 8:15 കുഞ്ഞിന്റെ മൃതദേഹം വീടിന് സമീപത്തെ കിണറ്റിൽ നിന്ന് കണ്ടെടുത്തത്. തൃപ്പൂണിത്തുറയിലെ 15 വയസ്സുകാരന്റെ ആത്മഹത്യയിൽ പോലീസ് അടിയന്തര നിയമ നടപടികൾ കൈക്കൊള്ളുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി അറിയിച്ചു. സ്കൂളുകളിൽ സമൂഹ നന്മയ്ക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കാനും നിയമ ഭേദഗതി ആവശ്യമെങ്കിൽ അക്കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് കുടുംബം പരാതി നൽകിയിരുന്നു. സ്കൂളിൽ മകൻ ക്രൂരമായ ശാരീരിക മാനസിക പീഡനത്തിന് ഇരയായെന്ന് കാട്ടി അമ്മയാണ് പരാതി നൽകിയത്. ചില വിദ്യാർത്ഥികളിൽ നിന്ന് ക്രൂരമായ റാഗിങ്ങിന് മകൻ വിധേയനായെന്നും കുടുംബം ആരോപിക്കുന്നു. ജനുവരി 15-നായിരുന്നു അപകടം. തൃപ്പൂണിത്തറ ചോയ്സ് ടവറിൽ താമസിക്കുന്ന സൈറിൻ രചന ദമ്പതികളുടെ മകൻ മിഹിറാണ് ഫ്ളാറ്റിലെ 26-ാം നിലയിൽ നിന്ന് വീണ് തൽക്ഷണം മരിച്ചത്. മുകളിൽ നിന്ന് വീണ കുട്ടി 3-ാം നിലയിലെ ഷീറ്റിട്ട ടെറസിൽ പതിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം മാറ്റിയത്. തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മിഹിർ. മകന്റെ മരണശേഷം സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ച സോഷ്യൽ മീഡിയ ചാറ്റിൽ നിന്നാണ് മകൻ നേരിട്ട ദുരനുഭവം കുടുംബം അറിയുന്നത്. മിഹിർ പഠിച്ച ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെയാണ് കുടുംബം പരാതി നൽകിയത്. ചെറിയ തെറ്റുകൾക്ക് പോലും ഈ സ്കൂളുകളിൽ മിഹിറിനെ നേരിടേണ്ടി വന്നത് മനുഷ്യത്വ വിരുദ്ധമായ ശിക്ഷയാണെന്നും കുടുംബം പറയുന്നു. സംഭവത്തിൽ പോലീസ് സ്കൂൾ അധികൃതരുടെയും സഹപാഠികളുടെയും മൊഴി രേഖപ്പെടുത്തി. വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിലെ ചാറ്റുകൾ പോലീസ് ശേഖരിക്കും. മിഹിറിന്റെ മരണത്തിന് പിന്നാലെ ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരിൽ ഇൻസ്റ്റാഗ്രാം പേജ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. മിഹിറിന്റെ ചില സുഹൃത്തുക്കൾ തുടങ്ങിയതാണ് ഈ പേജെന്നാണ് മാതാവിന്റെ പരാതിയിലുള്ളത്. ഇതിലെ ചാറ്റുകളിൽ നിന്നാണ് മിഹിറിന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് സൂചന ലഭിച്ചത്. ഇതിലെ ചില സംഭാഷണങ്ങളുടെ സ്ക്രീൻഷോട്ടുകളും കുടുംബം പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്. കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്ന് അമേരിക്കയിലെത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ചുമത്തുമെന്ന് വൈറ്റ് ഹൌസ്. കുടിയേറ്റക്കാരെ സ്വീകരിക്കാത്തതിന് കൊളംബിയയ്ക്ക് മേൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 25% തീരുവ ചുമത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അധിക നികുതി ചുമത്തിയത്. മാരകമായ ഫെന്റനൈൽ മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് അയക്കുന്നത് കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളാണെന്ന് വൈറ്റ് ഹൌസ് കുറ്റപ്പെടുത്തി. അനധികൃത കുടിയേറ്റം തടയാനുള്ള നടപടികളും ഈ രാജ്യങ്ങൾ കൈക്കൊള്ളുന്നില്ലെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 10% തീരുവയും ഈടാക്കും. അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും ചില രാജ്യങ്ങളുമായുള്ള അധിക കമ്മി കുറയ്ക്കാനുമാണ് തീരുവകളും നികുതിയും വർദ്ധിപ്പിക്കുക എന്നത് ട്രംപിന്റെ പ്രഖ്യാപിത നിലപാടാണ്. ഇതിന്റെ ഭാഗമായാണ് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് തീരുവ വർദ്ധിപ്പിച്ചത്. ഇന്നു മുതൽ പുതിയ തീരുവ നിരക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്നാണ് വൈറ്റ് ഹൌസ് അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ വലിയ വാണിജ്യ പങ്കാളികളാണ് കാനഡയും മെക്സിക്കോയും ചൈനയും. ഈ 3 രാജ്യങ്ങളിൽ നിന്നുമായി വാഹനങ്ങൾ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, മരുന്നുകൾ, മരം, സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക തീരുവ ചുമത്തിയാൽ അത് രാജ്യത്തെ ഉപഭോക്താക്കളെ സാരമായി ബാധിക്കും. ഇത് പണപ്പെരുപ്പത്തിനും കാരണമാകും. ഇതിനെ തുടർന്ന് കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കും തീരുവ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് സങ്കീർണ വ്യാപാര തർക്കത്തിലേക്ക് വഴിവെക്കുമെന്നും ആശങ്കയുണ്ട്. വാഷിംഗ്ടണിലുണ്ടായ വിമാനാപകടത്തിൽ സങ്കീർണതയും അസ്വാഭാവികതയും ഏറുന്നു. പരിശീലന പറക്കലിനിടെ 200 അടി എന്ന നിശ്ചിത പരിധിക്ക് മുകളിൽ സൈന്യത്തിന്റെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ എങ്ങനെ എത്തിയെന്നതാണ് അസ്വാഭാവികതയ്ക്ക് കാരണം. 200 അടിക്ക് മുകളിൽ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ പറന്നതാണ് യാത്രാ വിമാനത്തിൽ ഇടിക്കുവാൻ കാരണമായത്. ഇതിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് വിലയിരുത്തൽ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിലെ പ്രതികരണവും അപകടത്തിന്റെ സങ്കീർണത ശരിവെക്കുന്നതാണ്. ഹെലികോപ്റ്റർ നിശ്ചിത പരിധിക്കും മുകളിലായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് പ്രസിഡന്റ് ട്രംപ് നടത്തിയത്. എന്നാൽ സൈന്യം ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. വാഷിംഗ്ടൺ DC-യിലെ റൊണാൾഡ് റീഗൽ എയർപോർട്ടിന് സമീപത്തെ പോട്ടോമാക് നദിക്കു മുകളിൽ ഹെലികോപ്റ്റർ പരിശീലനം നിത്യേന നടക്കുന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ് നിശ്ചിത പരിധിക്ക് പുറത്തേക്ക് ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ പറന്നുയർന്നത് എന്ന ചോദ്യമാണ് എവിടെയും ഉയരുന്നത്. അപകടത്തിന്റെ കാരണമടക്കം കണ്ടുപിടിക്കാനുള്ള ദേശീയ ഗതാഗത സുരക്ഷാ ഏജൻസിയുടെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിമാനത്തിന്റെയും
ഹെലികോപ്റ്ററിന്റെയും ബ്ലാക്ക് ബോക്സുകൾ നദിയിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദമായ പരിശോധനയ്ക്ക് ശേഷമാകും ദേശീയ ഗതാഗത സുരക്ഷാ ഏജൻസി ഇക്കാര്യത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുക. അന്വേഷണ റിപ്പോർട്ട് 1 മാസത്തിനുള്ളിലെന്നാണ് ദേശീയ ഗതാഗത സുരക്ഷാ ഏജൻസി പറയുന്നത്. വാഷിംഗ്ടണിൽ വിമാനവും സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചെന്ന വാർത്ത അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. ആകാശ ദുരന്തങ്ങൾ പൊതുവെ കുറവായിട്ടുള്ള അമേരിക്കയിൽ 15 വർഷത്തിനിപ്പുറമാണ് ഒരു പ്രധാന വിമാനാപകടം സംഭവിക്കുന്നത്. 64 പേരുമായി പോയ പാസഞ്ചർ വിമാനവും 4 പേരുമായി വരികയായിരുന്ന സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചാണ് ബുധനാഴ്ച രാത്രി നടക്കുന്ന അപകടമുണ്ടായത്. US ആർമി ഹെലികോപ്റ്റർ പരിശീലന പറക്കലിനിടെയാണ് വിമാനവുമായി കൂട്ടിയിടിച്ചത്. കാൻസാസിൽ നിന്ന് വാഷിംഗ്ടൺ DC-യിലേക്ക് വന്ന അമേരിക്കൻ എയർലൈൻസിന്റെ CRJ-700 യാത്രാ വിമാനം റേഗൻ നാഷണൽ എയർപോർട്ടിൽ ഇറങ്ങാൻ നിമിഷങ്ങൾ മാത്രം ശേഷിക്കവെയാണ് ആകാശ ദുരന്തം സംഭവിച്ചത്. റൺവേ 33 ലക്ഷ്യമാക്കി താഴ്ന്നുകൊണ്ടിരുന്ന വിമാനത്തിലേക്ക് അമേരിക്കൻ സൈന്യത്തിന്റെ ബ്ലാക്ക് ഹോക്ക് സൈനിക ഹെലികോപ്റ്റർ ഇടിച്ചു കയറുകയായിരുന്നു. വിശദമായ അന്വേഷണത്തിൽ മാത്രമേ അപകട കാരണം വ്യക്തമാകൂ എന്നാണ് അധികൃതർ പറയുന്നത്. വിമാന ദുരന്തങ്ങളിൽ അത്യപൂർവമാണ് ആകാശത്തെ കൂട്ടിയിടികൾ. കൂത്താട്ടുകുളത്ത് നഗരസഭയിലെ വനിതാ കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന റിപ്പോർട്ട്. പോലീസുകാർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത റിപ്പോർട്ട് SP DIGക്ക് കൈമാറി. പട്ടാപകൽ പോലീസ് നോക്കി നിൽക്കെ നടന്ന തട്ടിക്കൊണ്ടുപോകലിൽ CPM വാദവും പൊളിയുകയാണ്. കലാരാജുവിനെ CPM ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക മാത്രമാണുണ്ടായതെന്നും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്നുമായിരുന്നു CPM നേതാക്കളുടെ വാദം. പ്രതിപക്ഷമാണ് പോലീസ് വീഴ്ചയിൽ ആരോപണമുന്നയിച്ചത്. തട്ടിക്കൊണ്ടുപോകൽ, ദേഹോപദ്രവമേൽപ്പിക്കൽ, അന്യായമായി തടഞ്ഞുവെക്കൽ, നിയമവിരുദ്ധമായി കൂട്ടം ചേരൽ തുടങ്ങി ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയതിൽ കൂത്താട്ടുകുളം പോലീസ് കേസെടുത്തത്. 1-ാം പ്രതി CPM ഏരിയ സെക്രട്ടറിയാണ്. 2-ാം പ്രതി കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സണാണ്. വൈസ് ചെയർമാനാണ് 3-ാം പ്രതി. നഗരസഭയിൽ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനിരിക്കവെയാണ് മറുകണ്ടം ചാടാൻ നിന്ന സ്വന്തം കൗൺസിലറെ CPIM തട്ടിക്കൊണ്ടുപോയത്. ഇതിനു പിന്നാലെ കൂത്താട്ടുകുളത്ത് വലിയ രാഷ്ട്രീയ സംഘർഷമുണ്ടായിരുന്നു. DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് തട്ടിക്കൊണ്ടുപോകലിനെ കൂട്ടുനിന്നതെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിയ ആരോപണം. അവിശ്വാസ പ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് കൂത്താട്ടുകുളത്ത് സംഘർഷമുണ്ടാവുന്നതും കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങളും ഉണ്ടാകുന്നത്. കലാരാജുവിനെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് കുതിരക്കച്ചവടം നടത്തുകയായിരുന്നു എന്നാണ് CPM ആരോപണം. എന്നാൽ CPM പ്രവർത്തകർ തന്നെ വസ്ത്രാക്ഷേപം നടത്തുകയും വലിച്ചിഴച്ച് വാഹനത്തിൽ കൊണ്ടുപോയെന്നും മക്കളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും കലാരാജു പോലീസിൽ പരാതി നൽകുകയായിരുന്നു. നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ന്യായമായ പരിഗണന പോലും കിട്ടിയില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാന സർക്കാരുകളോട് കേന്ദ്രത്തിന് തുല്യനീതിയില്ല, ന്യായവില ഉറപ്പിക്കാൻ പോലും സംവിധാനം ഇല്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കണക്കുകളാണ് സംസാരിക്കുന്നത്, രാഷ്ട്രീയമല്ല. വയനാടിനുള്ള പാക്കേജ് ഒന്നും പറഞ്ഞില്ല. വിഴിഞ്ഞത്തെ പറ്റിയൊന്നും സംസാരിച്ചില്ല. വിഴിഞ്ഞത്തിന് വേണ്ടി വകയിരുത്തലുമില്ല. സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതത്തിൽ കേരളത്തിന് കഴിഞ്ഞ തവണ കിട്ടേണ്ടത് 73,000 കോടി രൂപയാണ്. പക്ഷേ കിട്ടിയത് 33,000 കോടി മാത്രമാണ്. സംസ്ഥാനങ്ങൾക്കുള്ള വീതം വെപ്പിൽ വലിയ അന്തരമുണ്ട്. കേരളത്തിന് ഒരു പരിഗണനയും കിട്ടുന്നില്ല. വയനാടിനെയും വിഴിഞ്ഞത്തെയും അവഗണിച്ചത് ദുഃഖകരമാണെന്നും KN ബാലഗോപാൽ പറഞ്ഞു. അതിനിടെ കേരളത്തിൽ നിന്നൊരു ലോക്സഭാ അംഗമുണ്ടായിട്ട് പോലും ബഡ്ജറ്റിൽ കേരളത്തിന് അർഹിക്കുന്ന പരിഗണന ലഭിച്ചില്ലെന്ന് K മുരളീധരൻ കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ ആവശ്യങ്ങളെ ഒന്നും കണക്കാക്കാത്ത ബഡ്ജറ്റാണിത്. ബീഹാറിനെ വാരിക്കോരി പദ്ധതികൾ കൊടുക്കുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ബഡ്ജറ്റാണിത്. മുണ്ടക്കൈ, ചൂരൽമല ദുരിതബാധിതർക്കായി ഒരു പദ്ധതി പോലും ഇല്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ നിരാശ നൽകുന്നതെന്ന് ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. കേരളം കേന്ദ്രത്തിന്റെ ചിന്തയിൽ പോലുമില്ലാത്ത അവസ്ഥയാണ്. രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായിട്ടും സഹായങ്ങളൊന്നുമില്ല. ഇലക്ഷൻ വരാൻ പോകുന്ന സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ബഡ്ജറ്റ്. ലോക്സഭാംഗവും കേന്ദ്രമന്ത്രിയും ഉണ്ടായിട്ടുപോലും കേരളത്തിന് പ്രയോജനമില്ല. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയോട് എന്തോ ദേഷ്യമുണ്ടെന്ന് തോന്നുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു. യൂണിയൻ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചില പ്രതികരണങ്ങൾ നടത്താനാണ് മോഡി ഗവൺമെന്റ്, 3-ാം മോഡി ഗവൺമെന്റിന്റെ 2ാമത്തെ ബഡ്ജറ്റാണ് ഇത്.
വാസ്തവത്തിൽ. ആ ബഡ്ജറ്റ് വരുമ്പോഴേക്കും അവരുടെ നേരത്തെയുള്ള സ്വഭാവങ്ങളിൽ നിന്ന് വലിയ മാറ്റം വന്നിട്ടില്ല എന്ന് തന്നെ കാണിക്കുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളോടുമുള്ള സമീപനം തുല്യ നിലയിൽ തന്നെ ആ സമീപനം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. പ്രത്യേകിച്ചും രാഷ്ട്രീയമായി തങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക, അല്ലാത്ത സ്ഥലങ്ങളിൽ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നാണ് ഇതിന്ന് കാണുന്നത്. ഇതിനകത്ത് രണ്ട് ഭാഗങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, ഈ ബഡ്ജറ്റ് കാരണം ഇന്ത്യയിലെ പൊതുവായ അവസ്ഥയെ സംബന്ധിച്ച് ഉണ്ടാകുന്ന സ്ഥിതി എന്താണ്, സംസ്ഥാനങ്ങളുടെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ എങ്ങനെ നേരിടാൻ പറ്റും. രണ്ടാമത്, ഏറ്റവും പ്രധാനം കേരള സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂസിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. ആദ്യം കേരളത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. കേരളത്തിന് ഈ ബഡ്ജറ്റിനകത്ത് നമ്മൾ ഏറ്റവും ന്യായമായ സാമാന്യമായ പ്രതീക്ഷ ചില കാര്യങ്ങളുണ്ടായിരുന്നു. നിങ്ങളോട് കഴിഞ്ഞ ദിവസം കേരള ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളെപ്പറ്റി വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് നമ്മുടെ വിവിധ മേഖലകളിൽ നമുക്ക് പ്രത്യേക ഒരു പാക്കേജ്, കേരളത്തിന് വലിയ തോതിൽ സാമ്പത്തികമായി വെട്ടിക്കുറവ് വന്നു എല്ലാവരും അംഗീകരിക്കുന്നതാണ്. കണക്കുകൾ സംസാരിക്കുന്നതാണ്, രാഷ്ട്രീയമല്ല സംസാരിക്കുന്നത്. അതിനകത്ത് കിട്ടേണ്ട സാമ്പത്തിക കാര്യങ്ങളെ പറ്റിയുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. രണ്ടാമത്, കേരളത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ ആകെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. അതിനകത്ത് ഒരു പാക്കേജ് ഏറ്റവും ന്യായമായ കാര്യമാണ്, അതിനകത്തൊന്നും പറഞ്ഞില്ല. ഈ ബഡ്ജറ്റിൽ ദീർഘമായിട്ട് നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചും എക്സ്പോർട്ടിനെ സംബന്ധിച്ചും ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചുമാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ അല്ലെങ്കിൽ 2 ദശാബ്ദത്തിനിടയിൽ ഇന്ത്യയിലുണ്ടായ ഏറ്റവും മേജറായ എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീമാണ് വിഴിഞ്ഞം തുറമുഖം. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, അതിന് പണം പ്രത്യേകം തന്നിട്ടില്ല. പിന്നീട് മേജർ സ്ഥാപനങ്ങളൊന്നുമേ കേരളത്തിൽ വന്നിട്ടില്ല. ഏറ്റവും ന്യായമായി അനുവദിക്കേണ്ട സ്ഥാപനങ്ങളൊന്നും വന്നിട്ടില്ല. 5 IITകളിൽ പുതിയ കോഴ്സ് തുടങ്ങുന്നതിനകത്ത് എന്തോ ഒരു കാര്യം വരുന്നത്. ഇങ്ങനെ പൊതുവിൽ കേരളത്തിനോട് ഈ ബഡ്ജറ്റിൽ കാണിച്ചിരിക്കുന്ന സമീപനം അങ്ങേറ്റം നിരാശാജനകമാണെന്ന് MP-മാരിപ്പോൾ പ്രാഥമികമായിട്ട് ഡൽഹിയിൽ നിന്ന് തന്നെ കേരളത്തിലെ MP-മാരെല്ലാം പറയുകയുണ്ടായി. പത്രപ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ വന്നു. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ ഈ പറയുമ്പോൾ എപ്പോഴും ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷവും അതിനു മുമ്പും കേരളത്തിലെ പൊതു ധനകാര്യ സ്ഥിതിയെപ്പറ്റി ഇവിടെ ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട്. ധനകാര്യമന്ത്രി എന്നതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു കാര്യം പറയുകയാണ്. ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസ്, ഇന്ന് പ്രസിദ്ധീകരിച്ച ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസാണിത്. ഇതിൻ്റെ 2ാമത്തെ പേജിൽ ഈ വർഷം അടുത്ത് വരുന്ന 25-26 ധനകാര്യ വർഷം 25,01,284 കോടി രൂപയാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കായിട്ട് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ആ തുകയുടെ ആകെ തുക. അതിനകത്ത് കേരളത്തിന് കിട്ടുന്നത് എത്രയാണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഈ വർഷം അതിനകത്ത് വർധന എന്ന ബഡ്ജറ്റിൽ ശ്രീമതി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റിൽ പറഞ്ഞത് 4,91,000 കോടിയിലധികം ഇൻക്രീസ് വരുന്നുണ്ട്, 25 ലക്ഷം. അപ്പോൾ കഴിഞ്ഞ വർഷം അത് ഈ 25 ലക്ഷത്തിന് 20 ലക്ഷത്തോളമായിരുന്നു. കഴിഞ്ഞ വർഷം 20 ലക്ഷത്തോളം വരുമ്പം നമ്മുടെ ഒരു പോപ്പുലേഷൻ്റെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ സിമ്പിളായ കണക്കനുസരിച്ച് നമുക്ക് 73,000 കോടിയോളം കിട്ടേണ്ടതാണ്. ഞാനിത് പറയുന്നത് ബഡ്ജറ്റ് ഡോക്യുമെൻ്റാണ്. 73,000 കോടി കിട്ടേണ്ടതാണ്. പക്ഷേ നമുക്ക് കഴിഞ്ഞ വർഷം എല്ലാം കൂടി കിട്ടിയത്, സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന തുകയിൽ നമുക്ക് എല്ലാം കൂടി കിട്ടിയത് 33,000 കോടിയില്ല, 32,000 ചില്ലാനും കോടി രൂപയാണ്. ഈ വർഷം 14,258 കോടി വർദ്ധിച്ചു സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കതിൻ്റെ പെർസെൻറ്റേജ് വരുവാണെങ്കിൽ ഈ വർഷം വർദ്ധിച്ച 5 ലക്ഷം കോടിയാണ്. അതിൻ്റെ നമ്മുടെ ജനസംഖ്യാനുപാതികമായ ഒരു പെർസെൻറ്റേജ് വരുവാണെങ്കിൽ 14,258 കോടി രൂപ അധികം വരണം. ഇതും ബഡ്ജറ്റിൽ നിന്നുള്ള കണക്കെടുത്ത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഹാർഡ്ലി 4,000 കോടി പോലും വരില്ല, 3,000 കോടി തന്നെ വരുമെന്ന് വിഷയമാണ് ഈ ബഡ്ജറ്റ് കണക്കനുസരിച്ച് ഞാൻ പറയുന്നത്. യുക്രൈനിൽ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തി റഷ്യ. വടക്കുകിഴക്കൻ യുക്രൈനിൽ വ്യാഴാഴ്ചയായിരുന്നു സംഭവം. ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെടുകയും 13 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കി. സുമി നഗരത്തിലെ ഒരു ബഹുനില കെട്ടിടത്തിന് നേരെയാണ് റഷ്യ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 50-ലധികം അപ്പാർട്ട്മെന്റുകൾക്കും വാഹനങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. 5 അപ്പാർട്ട്മെന്റുകൾ പൂർണ്ണമായി തകർന്നു. 20-ലധികം കാറുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്.
റഷ്യയുടെ കുർസ്ക് പ്രവിശ്യയുടെ അതിർത്തിയായി നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് റഷ്യ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്താറുണ്ട്. തെക്കൻ ഒഡേസ മേഖലയിൽ അർദ്ധരാത്രി റഷ്യ നടത്തിയ ആക്രമണത്തിൽ ഒരു ആശുപത്രിയും 2 വീടുകളും തകർന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. സുമിയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും കൃത്യമായി ശേഖരിക്കുന്നുണ്ടെന്നും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും സെലൻസ്കി തന്റെ പ്രസംഗത്തിലൂടെ രാജ്യത്തെ അറിയിച്ചു. ഇത്തരം ആക്രമണങ്ങൾ റഷ്യയുടെ തന്ത്രമാണ്. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു കെട്ടിടത്തിന് നേരെ നടത്തിയ ആക്രമണം ക്രൂരമാണ്. നഷ്ടപ്പെടുന്ന ഓരോ ജീവനും ലോകം ഉത്തരം പറയേണ്ടതുണ്ട്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോകില്ല എന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു. ഇതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യം. യുദ്ധം തുടരുകയാണെങ്കിൽ റഷ്യയുടെ അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിയിൽ ഉയർന്ന നികുതി ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. കൂടാതെ യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കും തീരുവ ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. തന്റെ ഔദ്യോഗിക ട്രൂത്ത് അക്കൗണ്ടിലൂടെയായിരുന്നു ട്രംപ് പുടിനെ മുന്നറിയിപ്പ് നൽകിയത്. റഷ്യ യുക്രൈൻ യുദ്ധം അധികാരമേറ്റ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പരിഹരിക്കുമെന്ന് ട്രംപ് പറഞ്ഞതായി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ട്രംപുമായി ചർച്ച നടത്താൻ പ്രസിഡന്റ് പുടിൻ സന്നദ്ധത അറിയിച്ചതായും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികൾക്ക് പഠനം തുടരുവാൻ അനുമതി നൽകി സർവകലാശാല ഉത്തരവിറക്കി. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. മണ്ണൂത്തി ക്യാമ്പസിൽ താൽക്കാലികമായി പഠനം തുടരാം, പക്ഷേ ആർക്കും ഹോസ്റ്റൽ സൗകര്യം അനുവദിക്കില്ല. ആന്റി റാഗിംഗ് കമ്മിറ്റി നടത്തിയ അന്വേഷണത്തിന് പിന്നാലെ പഠന വിലക്ക് നേരിട്ടവരാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇളവ് നേടിയത്. കുറ്റാരോപിതരെ ആന്റി റാഗിംഗ് കമ്മിറ്റി കേട്ടിരുന്നില്ല. ഈ സമയം വിദ്യാർത്ഥികൾ പോലീസ് കസ്റ്റഡിയിലോ ഒളിവിലോ ആയിരുന്നു. ഇവരെ കേട്ട ശേഷം കമ്മിറ്റി പുതിയ റിപ്പോർട്ട് തയ്യാറാക്കി നടപടി വ്യക്തമാക്കും. ഇതുകൂടി പരിഗണിച്ചാകും കോടതി അന്തിമ തീർപ്പിലേക്ക് പോവുക. നേരത്തെ 17 വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്ത സർവകലാശാല നടപടി ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. സർവകലാശാല നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും അതിനാൽ ഡീബാർ ചെയ്ത നടപടി റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതികൾ സമർപ്പിച്ച ഹർജിയിലായിരുന്നു ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിദ്യാർത്ഥികൾക്ക് മറ്റേതെങ്കിലും കോളേജിൽ പ്രവേശനം നേടുന്നതിനുള്ള 3 വർഷത്തെ വിലക്കും കോടതി നീക്കിയിരുന്നു. വിദ്യാർത്ഥികൾക്ക് മണ്ണുത്തിയിൽ പഠനം തുടരാൻ അവസരം നൽകണമെന്നും എന്നാൽ ഇത് പുതിയ അന്വേഷണ ഫലത്തിന് വിധേയമായിരിക്കുമെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പുതിയ അന്വേഷണം 4 മാസത്തിനകം പൂർത്തിയാക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. കേസിൽ പ്രതികളായിരുന്ന 19 വിദ്യാർത്ഥികൾക്ക് കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥനെ 2024 ഫെബ്രുവരി 18-നായിരുന്നു ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് സിദ്ധാർത്ഥനെ സീനിയർ വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ വെച്ച് മർദ്ദിക്കുകയും പരസ്യ വിചാരണ നടത്തുകയും ചെയ്തതായി ആരോപണം ഉയർന്നിരുന്നു. ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. ഇതിൽ മനം നൊന്ത് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തുവെന്നായിരുന്നു കേസ്. പോസ്റ്റ്മോർട്ടത്തിൽ സിദ്ധാർത്ഥന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ടായിരുന്നു. സംഭവത്തിൽ സീനിയർ വിദ്യാർത്ഥികളായ 12 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ വിദ്യാർത്ഥികൾക്കെതിരെ സർവകലാശാല നടപടി സ്വീകരിച്ചിരുന്നു. ഡൽഹി തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആം ആദ്മി പാർട്ടിക്ക് വൻ തിരിച്ചടി. സ്ഥാനാർത്ഥി നിർണയത്തിൽ കലഹിച്ച 5 ദിവസത്തിനിടെ 8 MLA-മാർ രാജിവെച്ചു. തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുവാൻ അനുമതി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി. നരേഷ് യാദവ്, രോഹിത് കുമാർ, രാജേഷ് ഋഷി, മദൻ ലാൽ, പവൻ ശർമ്മ, ഭാവന ഗൌഡ്, ഭൂപീന്ദർ സിംഗ് ജോൺ, ഗിരീഷ് സോനി എന്നിവരാണ് 5 ദിവസത്തിനിടെ രാജിവെച്ചത്. മെഹ്റൌളി മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയിരുന്നു നരേഷ് യാദവ്. ഖുറാനെ അപമാനിച്ചെന്ന കേസിൽ പഞ്ചാബ് കോടതി ഇയാൾക്ക് ഡിസംബറിൽ 2 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചിരുന്നു. ഫെബ്രുവരി 5-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിനായി AAP പ്രഖ്യാപിച്ച 5ാമത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ നരേഷ് യാദവിന് പകരം മെഹ്റൌളി മണ്ഡലത്തിൽ മഹേന്ദർ ചൗധരിയെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് നരേഷിന്റെ രാജി. സത്യസന്ധമായ രാഷ്ട്രീയമെന്ന പാർട്ടിയുടെ അടിസ്ഥാനത്വം AAP ഒഴിവാക്കിയെന്ന് നരേഷിന്റെ രാജിക്കത്തിൽ ആരോപിക്കുന്നു. പാർട്ടിയിലും അരവിന്ദ് കെജ്രിവാളിലുമുള്ള വിശ്വാസം നഷ്ടമായെന്നാണ് കലാം മണ്ഡലത്തിൽ നിന്നുള്ള MLA-ആയ ഭാവന ഗൌഡ് രാജിക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ത്രിലോക്പുരി MLA-ആയ രോഹിത് കുമാർ ഇന്നാണ് രാജി പ്രഖ്യാപിച്ചത്. കരാറടിസ്ഥാനമുള്ള തൊഴിലുകൾ അവസാനിപ്പിച്ച് തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുമെന്ന വാക്ക് പാലിക്കുന്നതിൽ AAP പരാജയപ്പെട്ടെന്ന് രോഹിത് ആരോപിച്ചു.
ഒറ്റഘട്ടമായി ഫെബ്രുവരി 5-നാണ് ഡൽഹി നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 8-ന് വോട്ട് എണ്ണും. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ആകെയുള്ള 70 സീറ്റിൽ യഥാക്രമം 67-62 സീറ്റുകൾ നേടി AAP വൻ വിജയം നേടിയിരുന്നു. ഈ വിജയം നിലനിർത്താനുള്ള കഠിന ശ്രമം AAP തുടരുന്നതിനിടെയാണ് പാർട്ടിയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായത്. അതേസമയം 3 പതിറ്റാണ്ടായി ഡൽഹിയിൽ ഭരണം നേടാനാകാതിരുന്ന BJP ശക്തമായ തിരിച്ചുവരവാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.